നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കേസൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. പ്രോസിക്യൂഷൻ വീക്കാണല്ലോ ചന്ദ്രേ. ശരവണന്റെ മൊഴി, ദേവികയുടെ മൊഴി, ഈ രണ്ട് മൊഴികളേ ഉള്ളൂ. അത് ഞാൻ കോടതി മുറിയിലെ ചുരുട്ടി കെട്ടിക്കോളാം. അല്ല, ഈ കൊള്ളാന്നുള്ള ആരെങ്കിലും വെക്കായിരുന്നു, അവർക്ക് അവരുടെ വക്കീലായിട്ട്. ഇതിപ്പോ അത്ര പോരാ. എനിക്ക് മുട്ടാനുള്ള ഒരു ഇതില്ല. പക്ഷേ ആ വക്കീൽ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ ലോയർ ആണെന്ന പുള്ളിക്കാരന്റെ വേപ്പ്. അത് ഈ പൊട്ടക്കണ്ടി കിടക്കുന്ന തവളയുടെ കഥ പറഞ്ഞല്ലേ? ആ തവളയ്ക്ക് എപ്പോഴും തോന്നുന്നത് അതാണ് ലോകം, താനാണ് ആ ലോകത്തിലെ ഒരേ ഒരു രാജാവെന്നാണല്ലോ. ആ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു തരുന്നുണ്ട്. സിദ്ധുവേട്ടന് വിഷ്ണുവിനെ അറിയാലോ അല്ലേ? പിന്നെ അറിയാം. പലിശക്കാരനല്ലേ? നന്നായിട്ടറിയാം. ഇപ്പൊ തന്നെ പരസ്പരം പറയാനുള്ളതൊക്കെ പറയണോ? കോടതി കഴിഞ്ഞിട്ട് വിശദമായിട്ട് കണ്ടാ പോരെ? നിന്നെപ്പോലുള്ളവരെ കാണണമെന്ന് പോലും എനിക്കില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ആ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കുറയും കോടതി കഴിയുമ്പോൾ. ശരത്തിന് ജാമ്യം കിട്ടുമല്ലോ അപ്പോ. എന്നാ വരട്ടെ, കാണാം. ഇവൻ വക്കീലാണെന്ന വിവരം നീ എന്തിനാ മറച്ചു വെച്ചത്? അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാ അതിനിറങ്ങുന്നത്. ധൈര്യമായിട്ടിരിക്കെ. ഇന്നത്തോടെ ഈ അകമ്പടി നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണം. ഒരു ദിവസമേ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പകയും വാശിയും കൂടിയിട്ടേ ഉള്ളൂ. അതൊന്ന് തീർക്കണമെങ്കിൽ പുറത്തിറങ്ങിയാലല്ലേ പറ്റൂ. ഇന്ന് ശരത്ത് ഇറങ്ങിയിരിക്കും, ഞാനാ പറയുന്നത്. വിഷ്ണു നല്ല ക്രിമിനൽ ലോയറാ ശരത്തെ. പക്ഷെ ഉഴപ്പന കോടതിയിലൊന്നും പോയില്ലായിരുന്നു. നിന്റെ ഭാഗ്യത്തിന് ഈ കേസ് അപ്പിയർ ചെയ്യാന്ന് സമ്മതിച്ചത്. നീ കണ്ടോ, നിന്നെയും കൊണ്ടേ വിഷ്ണു പുറത്തു വരൂ. കേസിന്റെ ചാർജ് ഷീറ്റ് മുഴുവൻ ഞാൻ വായിച്ചു. പക്ഷേ അതിലങ്ങനെ ഒന്നുമില്ല. മൊഴികളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് വേണ്ടേ? അതുമില്ല. ഞാൻ നിരപരാധി വക്കീലേ, അതുകൊണ്ടാ തെളിവൊന്നുമില്ലാത്തത്. സർ, ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. വക്കീലിനോടും ഡോക്ടറോടും നുണ പറയാൻ പാടില്ലെന്ന പ്രമാണം. നീ നിരപരാധിയാണെന്ന് എന്നോട് പറയണ്ട, ഞാനത് വിശ്വസിക്കില്ല. അതീ പറയുന്നൊക്കെ നീ ചെയ്തതല്ലേ? അല്ല. അല്ലേ? സത്യം പറയണം, നീ ചെയ്തതല്ലേ? അത് എടോ, ഞാൻ മജിസ്ട്രേറ്റ് ഒന്നുമല്ല, നിന്റെ വക്കീല. എന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുന്ന വെച്ച് നിനക്കൊന്നും സംഭവിക്കാനുമില്ല. പറ, എല്ലാം നീ ചെയ്തതല്ലേ? മതി, നിന്റെ ഈ മൗനത്തിലുണ്ട് ഉത്തരം. അപ്പോ നീ ചെറിയ കക്ഷിയൊന്നുമല്ല. എത്ര പേരാടാ നീ ഒറ്റയ്ക്ക്? അതിലൊരു ലേഡി പോലീസ് ഓഫീസറും. മോനെ, കാശ് കുറെ റെഡിയാക്കി വെച്ചോ, നല്ല ചിലവ് വരും. കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. അത് ഞാൻ ഏറ്റു. ഇതുപോലുള്ള കേസുകളൊക്കെ വല്ലപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പ്രതി നിരപരാധിയായ കേസ് ജയിക്കുമ്പോഴല്ല, പ്രതി അപരാധിയായ കേസ് ജയിക്കുമ്പോഴാണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോഴേ ഒരു വക്കീൽ എന്ന നിലയിൽ എൻ്റെ വാല്യൂ വരും.
നിയമത്തിന്റെ പഴുതല് ഞാൻ മാറി മാറി ഉപയോഗിക്കും. നീ ധൈര്യമായിട്ട് പോ. ഇന്നത്തെ ദിവസം അത് നിന്റെ ആയിരിക്കും, അല്ല നമ്മുടെ ആയിരിക്കും. ചെല്ല്.